ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ജൂലൈ മാസം 11-ാം തീയതി ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 19ഓളം റിലീസുകളാണ് ഇന്ന് ഒരു ദിവസം OTT റിലീസ് ചെയ്തിട്ടുള്ള ഒരു സർപ്രൈസ് റിലീസ് അടക്കം 19ഓളം റിലീസുകളാണ് ജൂലൈ മാസം 11-ാം തീയതി OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. ഹോളോകോസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു തെലുങ്ക് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് സിക്സ് ജേണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ 2 ഓപ്ഷനിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് എട്ട് വസന്തരു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡയറക്റ്റ് OTT റിലീസാണ് ഹിന്ദി മൂവിയാണ്. ആപ്പ് ജയ്സെ കോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മാധവൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് അക്കരൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഭാഷയിൽ ഈ ഒരു സിനിമ ടെൻഡികോട്ട OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡച്ച് മൂവിയാണ് ഓൾമോസ്റ്റ് കോപ്സ് എന്നാണ് ഈ ഒരു കോമഡി മൂവിയുടെ പേര് വരുന്നത്. ഡച്ച് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻഡികോട്ട OTT പ്ലാറ്റ്ഫോമിൽ സൺനെക്സ്റ്റിലായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ് ഒരു സയൻസ് ഫിക്ഷൻ ഫാന്റസി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ് ഫൗണ്ടേഷൻ സീസൺ 3 എന്ന് പറഞ്ഞ സീരീസ്. 3ാമത്തെ സീസണാണ്. ആപ്പിൾ TV പ്ലസിലാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്. 4 years later എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് കർക്കിനാനു BALLB എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് മെഡിയാസ് ഡെസ്റ്റിനേഷൻസ് വെഡിങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു കോമഡി മൂവി നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് മിസ്റ്റർ റാണി എന്ന് പറയുന്ന സിനിമ. കന്നഡ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലും ഈ തെലുങ്ക് സിനിമ അവൈലബിൾ ആണ്, ഇപ്പോൾ അവൈലബിൾ ആണ്. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് നെവർ എലോൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ജർമ്മൻ, റഷ്യൻ ഭാഷകളായിട്ടാണ് ബുക്ക് മൈ ഷോസിൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദ സൈലന്റ് ഹവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലാൻഡ്സ്കേപ്പ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം റൊമാൻറ്റിക് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയായിരുന്നു സാരി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇതിന് മുമ്പേ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ അതുപോലെ തന്നെ ആഹാ തമിഴിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം സിനിമ മിസ്റ്റർ ആൻഡ് മിസ് ബാച്ചിലർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇന്ദ്രജിത്ത്, അനുഷ്രാജിനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. മലയാളം മാക്സിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ എന്ന് പറഞ്ഞ സിനിമ. ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിലുള്ള സിനിമയാണ്. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തത് ഇന്ന് സർപ്രൈസ് റിലീസ് ചെയ്ത ഒരു മലയാളം സിനിമയാണ് ഗിന്നസ് ബുക്കിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത 916 കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞ സിനിമ. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ഉള്ളത് ജൂലൈ മാസം 10, 11 എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു സിനിമ സർപ്രൈസ് ആയി റിലീസ് ചെയ്തിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമയുടെ. അടുത്തൊരു മലയാള സിനിമയാണ് നമ്മുടെ ലുക്മാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന മലയാള സിനിമയായിരുന്നു കുണ്ടന്നൂരിലെ കുൽസിത ലഹള എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് ഒരു ദിവസം, ഇന്ന് ജൂലൈ മാസം 11-ാം തീയതി ഇന്ന് ഒരു ദിവസം OTT റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പെടുത്താൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.